ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവിടുത്തെ ഭാര്യയിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ അമ്മയിലേക്കോ പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വിഷമിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം അവിടുത്തെ കുട്ടിയുടെ ഒരു വിഷയത്തിന് തോക്കുകയാണ് നിൽക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവരുടെ അമ്മ നോക്കാഞ്ഞിട്ടാണ്, അല്ലെ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ഈവൻ ദോ ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഒരു പാർട്ട്ണർഷിപ്പിലാണ് പോകുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വലി റെസ്പോൺസിബിൾ ആണെങ്കിൽ പോലും അമ്മയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഗിൽറ്റ് ഫീലിംഗ് അല്ലെ ആ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത് അമ്മമാർക്കാണ് കൂടുതലായിട്ട്. അല്ലെങ്കിൽ ഇപ്പം വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുന്നു, വീടാകെ അലങ്കോലായി കിടക്കുകയാണ്, അവിടുത്തെ വൈഫ് അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും നമ്മൾ നോക്കില്ല. ഈ പറയുന്ന ആ വയ്യാണ്ടിരുന്ന അവർ പോലും നോക്കില്ല. അവർ പോലും വിചാരിക്കുന്നു, ഓക്കെ എൻ്റെ തെറ്റ് കാരണമാണ് വീട് മൊത്തം അലങ്കോലായി, എൻ്റെ തെറ്റ് കാരണമാണ് വീട് മൊത്തം അലങ്കോലായി കിടന്നു, അല്ലെങ്കിൽ അത് എൻ്റെ ഒരു ഫോൾട്ടാണ്. ഈവൻ ദോ ആ വീട്ടിൽ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, വേറെ ആൾക്കാർ ആ വീട് വൃത്തിയായി വെക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഷെയർ ചെയ്യേണ്ടതാണ്. ബട്ട് ഇങ്ങനൊരു സന്ദർഭത്തിൽ മിക്കവാറും പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഗിൽറ്റ് അടിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എപ്പോൾ തൊട്ടാണ് ഒരു വീട്ടിലെ സ്ത്രീകൾ ആ വീട്ടിലെ മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തുടങ്ങിയത്? ഇപ്പം നമ്മൾ സാധാരണ കാണാറുണ്ട്, ഒരു വീട്ടിലെ മുതിർന്ന സ്ത്രീ ആയിരിക്കും അവിടുത്തെ ഒരു ഷോക്ക് അബ്സോർബർ, ഒരു ഇമോഷണൽ ഷോക്ക് അബ്സോർബർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം ആ വീട്ടിലെ ഒരു കുട്ടി കല്യാണം കഴിക്കുന്നില്ല, ഒരു കല്യാണ പ്രായം കഴിഞ്ഞിട്ട്, അതായത് പൊതുവെ സമൂഹം പറയുന്ന ഒരു കല്യാണ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോൾ അവിടുത്തെ അച്ഛനെക്കാട്ടിലും ആ അമ്മയാണ് എല്ലാവരോടും ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു പ്രഷർ അവർ തിരിച്ചു കാണിക്കുകയും ചെയ്യും, ആ മകളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറയുകയും ചെയ്യും. ഇതൊരു സൊസൈറ്റിയുടെ പ്രഷർ വരുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു അമ്മയിലേക്കാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു എല്ലാ കാര്യത്തിനെയും മറ്റുള്ള ആ ഫാമിലി മെമ്പേഴ്സിലെ മറ്റാൾക്കാരുടെ ഇമോഷൻസും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്നതും അതിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതുമൊക്കെ അവിടുത്തെ ആ ഒരു മുതിർന്ന സ്ത്രീ ആയിരിക്കും. മിക്ക മുതിർന്ന സ്ത്രീകളും ഈ ഒരു ഷോക്ക് അബ്സോർബിങ് എന്ന് പറയുന്ന ടെക്നിക്ക് കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോകുന്നൊരു ആചാരമാണ്. അപ്പോൾ അതിങ്ങനെ കൈമാറി വന്ന് ഓൾമോസ്റ്റ് എല്ലാ, അതായത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന എല്ലാ സ്ത്രീകളിലേക്കും ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരികയാണ്. അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് വിചാരിക്കുകയാണ് ഇതെല്ലാം എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഈ ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ ഇപ്പം അവർ ദേഷ്യത്തിലാണെങ്കിൽ ആ ദേഷ്യവും നമ്മുടെ അടുത്താണ് തീർക്കുന്നത്. ഇപ്പം അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് മകനോ മകളോ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അത് ആ ദേഷ്യത്തിന്റെ ആ ഒരു അതൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ അമ്മയിലേക്കാണ് അവർ പൊട്ടിത്തെറിക്കുന്നതും ദേഷ്യം കാണിക്കുന്നതും ഫുഡ് കഴിക്കാതിരുന്ന് വിഷമിപ്പിക്കുന്നതും ഒക്കെ അമ്മയിലേക്കാണ്. അച്ഛന് അത് ബാധിക്കുന്ന ഒരു സംഭവം പോലും അല്ല. അപ്പോൾ എപ്പോഴും എല്ലാവരുടെയും ഇമോഷൻസ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനൊരു പൊസിഷനിലേക്ക് ഒരാൾ മാറിക്കഴിഞ്ഞാൽ അയാളിലേക്കായിരിക്കും ബാക്കി റെസ്പോൺസിബിലിറ്റീസ്, അതായത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, കാം ഡൗൺ ചെയ്യാൻ, സമാധാനിപ്പിക്കാനൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി വരുന്നത്. ലൈക്ക് ഇപ്പം അച്ഛൻ വഴക്ക് പറഞ്ഞു, കുട്ടി കരയാണ്, അവരെ സമാധാനിപ്പിക്കുന്നതാവട്ടെ, അല്ലെ ഇൻലോസുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഒന്ന് ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഒന്ന് സെറ്റാക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ആളാണത് പ്രോസസ്സ് ചെയ്യുന്നത്. അയാള് സ്വന്തമായിട്ട് ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അയാളെ സംബന്ധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ഈ ഒരു സ്ത്രീയാണ് അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ എല്ലാം ഒന്ന് എല്ലാവരും സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരാളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അത് എടുത്തെടുത്ത് താൻ ഇല്ലാണ്ട് ഈ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നടക്കില്ല എന്നുള്ളൊരു തോന്നലിൽ ഈ സ്ട്രെസ് മൊത്തം എടുക്കാൻ അയാൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കും തോറും അയാളുടെ ഇമോഷൻസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അയാൾ ആലോചിക്കുന്നില്ല. ഇയാൾ ഇത് ചെയ്യുന്നത് എല്ലാവരോടുമുള്ള ഒരു സ്നേഹത്തെ പ്രതിയിട്ടാണ്, അല്ലെങ്കിൽ ഇതാണ് സ്നേഹം, ഇങ്ങനെയാണ് ഞാൻ സ്നേഹം കാണിക്കേണ്ടത് എന്നുള്ളൊരു രീതിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് സ്നേഹമല്ല, ഇത് ഓവർ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഈ ഒരു ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഇൻഡിവിജ്വൽസും, ആ ഫാമിലിയിലെ ഓരോ ഇൻഡിവിജ്വൽസും ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ വിട്ടുപോകുന്നു. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കേണ്ട ഒരു സമയമുണ്ട്.
ഇപ്പോൾ അവിടുത്തെ ഒരു മെമ്പറിന് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അയാൾ അത് ചെയ്യാൻ വിട്ടുപോകുന്നു അല്ലെങ്കിൽ മറന്നു പോകുന്നു. അപ്പൊ അയാൾ അതിന്റെ കോൺസിക്വൻസ് അത് നേരിടുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി. പക്ഷെ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ആളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുവാണ്, ആ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ചും കൂടെ ഓവർ തിങ്ക് ചെയ്ത് ഇതിന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇൻ ചെയ്ത് ആ കാര്യങ്ങളൊന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും ഒരു സംഭവം മറന്നുപോയത് കൊണ്ട് ഒരാള് അതിന്റെ കോൺസിക്വൻസ് ഒന്നും അയാൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ അയാൾക്ക് ആ കോൺസിക്വൻസ് ഡീൽ ചെയ്യാൻ പഠിച്ച്, അല്ലെങ്കിൽ കോൺസിക്വൻസ് അനുഭവിച്ച് അതിൽ നിന്നൊരു പാഠം പഠിച്ച് പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി എടുത്തേക്കുന്ന മനുഷ്യൻ ഒബ്വിയസ്ലി ആ വീട്ടിലെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ത്രീ ആയിരിക്കും. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓർപ്പിച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തി ആ ഒരു കോൺസിക്വൻസ് ഉണ്ടാവാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് നമ്മളെ തന്നെ ഡ്രെയിൻ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കാര്യമല്ല, നമ്മൾ വേറൊരാളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാണ്. നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട് എല്ലാം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ആ ഫാമിലിയിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇതുപോലെ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർഡാവും, ഡ്രെയിൻഡ് ആവും. അറിയാണ്ട് തന്നെ നമ്മൾ വേറൊരു രീതിയിലേക്ക് പോകും. കാരണം നമുക്ക് അതിന് മാത്രം സ്ട്രെസ്സാണ് ഇതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതിന് പകരം നമ്മളൊരു ഫാമിലിയിലെ സകലമാന ആൾക്കാരുടെയും കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷൻസ് എല്ലാം എടുത്ത് നമ്മൾ തന്നെ ജീവിക്കാൻ മറന്നു പോവാണ്. നമ്മൾ ഡ്രെയിൻഡ് ആവും. മിക്ക സ്ത്രീകളും കണ്ടീഷൻഡ് ആണ് അല്ലെങ്കിൽ ട്രെയിൻഡ് ആണ്. അതായത് വൺസ് ഒരു ഫാമിലി ലൈഫിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാമിലിയിലെ ആൾക്കാരുടെ എല്ലാ ഇമോഷൻസും അതുപോലെ കാര്യങ്ങളും എല്ലാം എൻ്റെ തലയിൽ കൂടെ തന്നെ പോകണം, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഇതെല്ലാം കൊളാപ്സ് ആവും എന്നുള്ളൊരു രീതിയിലേക്കാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്നും ഇൻവോൾവ് ആക്കാതെ അവരെ നിർത്തുകയാണെങ്കിൽ അവർ വിചാരിക്കുന്ന ഞാൻ യൂസ്ലെസ് ആണ്, എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല. അതായത് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു അവസരം കിട്ടിയാൽ പോലും അത് ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി പദം പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനിങ് ആണ് നമുക്ക് ഈ ഒരു സൊസൈറ്റി ഒരു സ്ത്രീയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അവർ റിയലൈസ് ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പാണ്, അല്ലാതെ ഒരു ഇമോഷണൽ മദർഹുഡ് ഒന്നുമല്ല. എല്ലാ അഡൾട്ട്സിനും അവരുടെ മൂഡ്സ് റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ കോൺസിക്വൻസ് ബെയർ ചെയ്യാനും ഒക്കെ അറിയാം. അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് തലയിൽ വെച്ച് നമ്മുടെ തലയിൽ കൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണത് തിരിച്ചടിക്കുന്നത്. അപ്പം നമുക്ക് ഉപദേശിക്കാം, നമുക്ക് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് അവരുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്ത് അവരുടെ തിങ്കിങ് പ്രോസസ്സൂടെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അവരെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി നമ്മൾ ഡ്രെയിൻഡ് ആവേണ്ട ഒരാവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വൺസ് നിങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളൊന്ന് ചിന്തിക്കുക, ശരിക്കും ഞാൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ, ഇത് അവർ തന്നെ അത് ഡീൽ ചെയ്യത്തില്ലേ, അവരെന്തെങ്കിലും ഒരു സപ്പോർട്ട് ചോദിച്ചാൽ മാത്രം ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയാൽ പോരെ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. നിങ്ങളല്ല എല്ലാവരുടെയും ഇമോഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിൻ്റെയും ഔട്ട്കമ്മിന് ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. എല്ലാം എടുത്ത് തലയിൽ വെക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ലവിങ് ആണ് അല്ലെങ്കിൽ ഭയങ്കര കെയറിങ് ആണ്, അതൊരു മിഥ്യാധാരണയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിതെല്ലാം എടുത്ത് തലയിൽ വെക്കുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എല്ലാവരെയും വളരെ കാര്യമായിട്ട് ഒരു ലവ് ആൻഡ് കെയർ ആൻഡ് അഫെക്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റൂല. കാരണം നമ്മുടെ ചിന്ത മൊത്തം ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിലാണ്. അങ്ങനെ റെഗുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇല്ലാണ്ടാവും. സോ ജസ്റ്റ് പോസ് ആൻഡ് തിങ്ക്, is this really needed?